തൃശ്ശൂർ അമല മെഡിക്കൽ കോളേജിന്റെ അടുത്താണ് ഞാനിപ്പോൾ ഫാമിലിയായിട്ട് ഏതാനും വർഷങ്ങളായിട്ട് താമസിക്കുന്നത്. എനിവേ ഈ ഒരു ബിസിനസ്സിലേക്ക് ഞാൻ കടന്നു വന്നത് 2014 സെപ്റ്റംബറിലാണ്. കൃത്യമായി പറയാനാണെങ്കിൽ ഒരു 10 വർഷത്തിലധികമായി, 10-10.5 വർഷമായി ഈ ഒരു കമ്പനിയോടൊപ്പം ശക്തമായ ഒരു ടീമിനോടൊപ്പം ശക്തമായി ഏറ്റെടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ബിസിനസ്സിലേക്ക് ഞാൻ കടന്നു വരുന്നത് എൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇനി മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ നിന്നുപോയ ഒരു സാഹചര്യത്തിൽ വളരെ യാദൃശികമായി കയ്യിൽ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എംആർഐ. ഈ ഒരു ബിസിനസ്സിൽ കടന്നു വരാൻ ജീവിതത്തിൽ ഒരിക്കലും പരിഹരിക്കാൻ കഴിയില്ല എന്നൊരു കാലത്ത് ഞാൻ തന്നെ വിശ്വസിച്ചിരുന്ന എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ എന്നേക്കുമായി പരിഹരിക്കാനും ജീവിതത്തിൽ ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതും അതിലപ്പുറവും യാഥാർത്ഥ്യമാക്കാൻ അനുഗ്രഹിച്ച സർവശക്തനായ ദൈവത്തിനും ലോകത്ത് ജന്മം തന്ന മാതാപിതാക്കൾക്കും ഈ ബിസിനസ്സിൽ എന്റെ ഗുരുസ്ഥാനീയരായ ആളുകൾക്കും അതിനേക്കാൾ ഉപരി ഒന്നുമല്ലാത്ത കാലത്ത് എന്നെ വിശ്വസിക്കുകയും എന്റെ കൂടെ നിൽക്കുകയും ചെയ്ത എന്റെ എല്ലാ പ്രിയപ്പെട്ട ലീഡേഴ്സിനും ഞാൻ ഈ അവസരത്തിൽ കൃത്യമായ നന്ദി അറിയിക്കുന്നു. ഗുഡ് ഫ്രണ്ട്സ്, ഒരുപക്ഷെ നിങ്ങൾ പലരും എന്നെ യൂട്യൂബിലോ അല്ലെങ്കിൽ എല്ലാ രീതിയിലോ ഒക്കെ പലർക്കും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവാം. എനിവേ ഈ ഒരു ബിസിനസ്സിൽ ഞാൻ കടന്നു വരുന്ന സമയത്ത് ഞാൻ വയനാട് ജില്ലയിൽ എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ ഒരുപാട് സമയം എടുക്കുന്നില്ല, ഒരുപാട് എംപ്ലോയീസ് ഉള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ അവിടുത്തെ അച്ഛമ്മ തന്നെ എൻ്റെ അച്ഛൻ്റെ ഏട്ടനാണ്. പഠിപ്പിച്ച ടീച്ചർമാർ മൊത്തം എൻ്റെ അച്ഛൻ്റെ മരുമക്കളും എൻ്റെ അമ്മയുടെ അനിയത്തിമാരൊക്കെയാണ്. അപ്പൊ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഉപദേശം എന്താ? ഞാൻ കേട്ടു വളർന്നത് മക്കളെ നന്നായി പഠിക്കണം, നല്ല മാർക്ക് വാങ്ങിക്കണം, നല്ല ജോലി സമ്പാദിക്കണം, നന്നായി ജീവിക്കണം. ഹലോ, ഇത് തന്നെയല്ലേ നിങ്ങളും കേട്ടത്? ആണോ അല്ലേ? ഇത് തന്നെ ഞാൻ അങ്ങനെ നന്നായി പഠിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, അങ്ങനെ മുന്നോട്ട് പോയി. പക്ഷെ ഇതിനിടയിൽ ഞാൻ ചെറുപ്പത്തിലേ എനിക്കൊരു പ്രശ്നമുണ്ട്. കാരണം എനിക്ക് കുറച്ച് വലിയ ആഗ്രഹങ്ങളും വലിയ സ്വപ്നങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കൊരു സത്യം മനസ്സിലായി. ഞാൻ എത്ര നന്നായി പഠിച്ചാലും എത്ര നല്ല ജോലി സമ്പാദിച്ചാലും ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം എനിക്ക് നയിക്കാൻ കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യം. അത് വേറെ ഒന്നും മനസ്സിലായതല്ല, എൻ്റെ കുടുംബത്തിൽ തന്നെയുള്ള സകല എംപ്ലോയീസിനെയും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായതാണ്. കാരണം ഇവരൊക്കെ 2 മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്, ലോൺ എടുത്തിട്ട് ഒരു വീട് വെച്ചിട്ടുണ്ട്, റിട്ടയർ ആവുന്നവരടക്കാനുള്ള ലോണുണ്ട്, ചിലരൊക്കെ ഒരു കാറ് മേടിച്ചിട്ടുണ്ട്, അത് മിക്കവാറും പോർച്ചിൽ തന്നെ കിടക്കുന്നുണ്ട്. ഒരു അഡ്ജസ്റ്റ്മെന്റ് ലൈഫ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ജീവിച്ചാൽ പോലെ. അങ്ങനെ നല്ല മാർക്കോട് കൂടി ഡിഗ്രി പാസ്സായ ഞാൻ അവിടെ വെച്ച് ശക്തമായ തീരുമാനമെടുത്തു, ഇനി പഠിക്കാൻ പോകുന്നില്ല. ഡിഗ്രി തോറ്റിട്ടല്ല തീരുമാനിച്ചത്, ജയിച്ചിട്ടാണ് തീരുമാനിച്ചത്. എന്റെ കൂടെ പഠിച്ച എന്റെ കസിൻ ബ്രദേഴ്സും എന്റെ കൂടെ പഠിച്ച സുഹൃത്തുക്കളൊക്കെ ഹയർ സ്റ്റഡിക്ക് പോയി. പക്ഷെ ഞാൻ മാത്രം തുടർന്ന് പഠിക്കാതെ പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളൊരു ചിന്തയാണ്. വയനാട്ടിൽ ഞാൻ സ്വന്തമായിട്ടൊരു പ്ലാന്റേഷൻ തുടങ്ങി. ഒരു വലിയ പ്ലാന്റേഷൻ, തേയില, കാപ്പി, കുരുമുളകൊക്കെ ആയിട്ട് വലിയ, അന്ന് കാർഷിക മേഖലയുടെ നല്ല കാലമാണ്. അപ്പൊ എന്റെ ആഗ്രഹം, എനിക്ക് ആരുടെ കീഴിൽ ജോലി ചെയ്യേണ്ട, കുറെ ആളുകൾക്ക് ഒരു തൊഴിൽ കൊടുക്കാൻ പറ്റും, എനിക്ക് മാസം ലക്ഷങ്ങൾ വരുമാനം കിട്ടും, ചെറിയ പ്രായത്തിൽ കോടികളുടെ ആസ്തിയാകും, ലൈഫ് അങ്ങ് സെറ്റ് ആവും. അങ്ങനെ എൻ്റെ അച്ഛൻ്റെ അതുവരെയുള്ള സകല സമ്പാദ്യവും വിറ്റ് ഒരു വലിയ പ്രോപ്പർട്ടി വാങ്ങിച്ച് ഒരു പ്ലാന്റേഷൻ തുടങ്ങാൻ ഇറങ്ങി പുറപ്പെട്ടു. 20 വർഷം ഞാനും എൻ്റെ ഫാമിലിയും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തു. അങ്ങനെ ഞാൻ എന്താണോ ആഗ്രഹിച്ചത്, എന്താണോ പ്ലാൻ ചെയ്തത്, അതിന്റെ ഒരു 150% യാഥാർത്ഥ്യമാക്കാനും സാധിച്ചു. പക്ഷെ ഒരു കുഴപ്പം പറ്റിയത്, ആ സമയത്ത് കാർഷിക മേഖല തകർന്നുപോയി. 17-18 രൂപയൊക്കെ ഉണ്ടായിരുന്ന പച്ചപ്പയർക്ക് 3 രൂപയായി. കൂലി കൊടുക്കണേ പൈസ കയ്യിൽ നിന്ന് കൂട്ടേണ്ട അവസ്ഥയായി. ഇന്ന് ശരിയാകും, നാളെ ശരിയാകുന്നവർ മുന്നോട്ട് പോയി. 10 വർഷം ഒന്നും ശരിയായില്ല. ചുരുക്കി പറഞ്ഞാൽ എന്ത് സംഭവിച്ചത്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല പ്രായത്തിൽ ഞാൻ എൻ്റെ നാട്ടിലെ ഏറ്റവും വലിയ കടക്കാരനായിട്ട് മാറി. ഒരു മനുഷ്യന് എന്തൊക്കെ നഷ്ടപ്പെടാവോ അത് മുഴുവൻ എനിക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ അവസാനം നിത്യച്ചെലവിന് പോലും കഴിയാത്ത സാഹചര്യത്തിൽ ആണ് ഞാൻ ടാക്സി ഡ്രൈവറാവുന്നത്. അങ്ങനെ മാനന്തവാടിയിൽ വർഷങ്ങളോളം ടാക്സി ഓടിച്ചു. ഒരുപാട് കടങ്ങളും ഒരുപാട് ആവശ്യങ്ങളും ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ടാക്സി ഓടിച്ചാലൊന്നും കാര്യങ്ങൾ നടക്കില്ല. അങ്ങനെ ഒരുപാട് മേഖലയിൽ ഞാൻ ജീവിതത്തിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാർഷിക വായ്പ എടുത്തിട്ടാണ് പ്ലാന്റേഷൻ തുടങ്ങിയത്. അത് തിരിച്ചടക്കാൻ കഴിയാതെ ഈ സമയത്ത് തന്നെ ബാങ്കുകാർ എന്റെ വീടും സ്ഥലവും കൂടെ ജപ്തിയാക്കി.
അതോടുകൂടി വയസ്സായ അച്ഛനും അമ്മയും ഭാര്യയും 2 പെൺകുട്ടികളും ജീവിക്കണോ മരിക്കണോ എന്ന് അറിയാതെ നിന്ന സമയത്താണ് ലൈഫ് സ്റ്റൈൽ പോലെ ഒരു ഓപ്പർച്യൂണിറ്റി എന്റെ കയ്യിൽ കിട്ടിയത്. ഇന്ന് ഈ അവസരം ആദ്യമായിട്ട് കേട്ട ആളുകൾ ഒന്ന് കൈവെക്കാം. ഈ ഓപ്പർച്യൂണിറ്റി ആദ്യമായിട്ട് കേട്ടവർ സന്തോഷമായി. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന് ഞാൻ ചോദിക്കുന്നില്ല, പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവില്ല. ഇവിടെ 5-6 മാസം ചെയ്തിട്ട് നമുക്ക് മനസ്സിലായില്ല, പിന്നെ ഇപ്പൊ ആദ്യമായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ എനിവേ ഈ ബിസിനസ് അവസരം കേട്ടപ്പോ എന്റെ ഒരു സുഹൃത്ത് വന്ന് എന്നെ കണ്ടു, എന്നോട് ഈ അവസരം പരിചയപ്പെടുത്തിയ സമയത്ത് സത്യത്തിൽ ഈ ആഴ്ചയിൽ 1200 കിട്ടുമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. 1200 രൂപ, കാരണം അന്നത്തെ എന്റെ അവസ്ഥയ്ക്ക് 1200 രൂപ ആഴ്ച കിട്ടുമ്പോൾ ഞാനിത് കൂട്ടി നോക്കി. മാസം ഒരു 4000 രൂപ എക്സ്ട്രാ കിട്ടാനുള്ള വകുപ്പുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ട്. അപ്പൊ ഇവര് പറയാണ് 50,000 ബിവി മാച്ച് ചെയ്ത് 6000 കിട്ടുള്ളൂ. ഞാൻ നോക്കുമ്പോൾ മാസം ഒരു 10-25,000 രൂപ കിട്ടും. അപ്പൊ എനിക്ക് കുറച്ചും കൂടെ സന്തോഷമായി. എന്നാൽ ഇവരവിടെ നിർത്തണ്ടേ? ഇവര് നിർത്തിയില്ല. ഇവരത് കഴിഞ്ഞ് പറയുകയാണ് ആഴ്ചയിൽ 1,20,000 കിട്ടും. അപ്പൊ എന്റെ കൂടെ പഠിച്ച എന്റെ കസിൻ ബ്രദേഴ്സ് പല ആളുകളും അവരൊക്കെ പഠിക്കാൻ പോയ എന്റെ ഒരു കസിൻ ബ്രദർ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, ഒരാൾ ബാങ്ക് മാനേജറാണ്, ഒരുപാട് പേര് സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ, സിവിൽ എഞ്ചിനീയർ ഒക്കെ ആയി. ഞാൻ ട്രാൻസാക്ഷൻ തുടങ്ങിയിട്ട് ടാക്സി ഡ്രൈവർ. അപ്പൊ എന്റെ അവസ്ഥ നിങ്ങൾക്ക് ഫാമിലിയിൽ മനസ്സിലാക്കാം. അപ്പൊ ഞാൻ ഇവരെയൊക്കെ ഒരു നിമിഷം ചിന്തിച്ചു, മാസം 1,00,000 ആണെങ്കിൽ പിന്നെയും താങ്ങാം, ഇത് ആഴ്ച കിട്ടുന്ന കാര്യം ഇവര് പറയുന്നത്. പക്ഷെ ഇവർ അവസാനം പറഞ്ഞത് എന്താണെന്നറിയോ? ആഴ്ചയിൽ 2,14,000 രൂപ കിട്ടും.